Hi friends, good Modicare morning and welcome back to my channel. It's Nithya from Ernakulam. Okay, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിക്കെയറിൻ്റെ തന്നെ സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പാണ്. ഇതാണ് മോഡിക്കെയറിൻ്റെ സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പ്. ഇന്ന് മാർക്കറ്റിൽ 3 ടൈപ്പിലുള്ള സോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒന്ന് ആനിമൽ ഫാറ്റിൽ നിന്നും മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സോപ്പുകൾ. അത് പറഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത സോപ്പുകളായിരിക്കും. ഇപ്പോൾ ഒരു 10 റുപ്പീസിനൊക്കെ നമുക്ക് ആ സോപ്പ് കിട്ടും. ഈ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ റിയാക്ട് ചെയ്യും. അതായത് അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വരുന്നത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന സോപ്പുകളാണ്. ഈ സോപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ചെയ്യില്ല. ചിലർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഈ കോക്കനട്ട് ഓയിലും അലർജറ്റിക് ആവുന്നുണ്ട്. ഈ സോപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മിഡിൽ റേഞ്ചിൽ വരുന്ന സോപ്പുകളാണ്. ജസ്റ്റ് ലൈക്ക് ഒരു 20-25 റുപ്പീസിനൊക്കെ ഈ സോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വരുന്നതാണ് ഒലിവ് ഓയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സോപ്പ്. ഈ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് സ്കിന്നുമായിട്ട് അത് സ്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ ഒലിവ് ഓയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആവും. ഈ സോപ്പ് എന്ന് പറയുമ്പോൾ 30+ എമൗണ്ടിലാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. മോഡിക്കെയറിൻ്റെ വൈറ്റ് പേൾ സോപ്പ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത് ഈ ഒലിവ് ഓയിലാണ്. നമ്മളിന്ന് ഒരു സോപ്പ് മേടിക്കുമ്പോൾ അതായത് മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള സോപ്പായിരിക്കും. അതായത് നമ്മുടെ സ്കിൻ നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസേഷനുള്ള ഒരു സോപ്പ് മേടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സോപ്പുകൾ, അതായത് ഡെറ്റോൾ സോപ്പ്, ലൈബോയ് സോപ്പൊക്കെ പോലെയുള്ള സോപ്പുകൾ മേടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നൊരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിയോഡ്രൈസിങ്ങിന് വേണ്ടിയിട്ട്, അതായത് പെർഫ്യൂംഡ് ആയിട്ടുള്ള സോപ്പുകൾ, വിയർപ്പ് നാറ്റം അറിയാത്ത വിധത്തിലുള്ള സോപ്പുകൾ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 3 ഗുണങ്ങളും കൂടിയിട്ട് ഇന്നൊരു സോപ്പിൽ അവൈലബിൾ അല്ല, മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ അല്ല. പക്ഷേ മോഡിക്കെയർ നമുക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്തേക്കുന്ന സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പിൽ ഈ 3 ഗുണങ്ങളും കൂടി ഒരൊറ്റ സോപ്പിൽ അവൈലബിൾ ആണ്. ഇതാണ് മോഡിക്കെയറിൻ്റെ സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പ്. ഇതിൽ എഴുതിയിട്ടുണ്ട് 3-in-1 ബെനിഫിറ്റ് ആണ് ഇത് നൽകുന്നത്. അതായത് മോയ്സ്ചറൈസേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് ഡിയോഡ്രൈസേഷൻ. ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു. ഇനി ഞാനത് നിങ്ങൾക്ക് കൺമുന്നിൽ കാണിച്ചു തരാൻ പോവുകയാണ്. അതായത് ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനിലൂടെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഒരു സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആവണം. ഇവിടെ ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു സോപ്പുമായിട്ടാണ് നമ്മുടെ മോഡിക്കെയറിൻ്റെ സോപ്പ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ ചെറിയൊരു മിനി കുളിയാണ് ഇനി നടക്കാൻ പോകുന്നത് ഈ ഗ്ലാസ്സുകളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 ഗ്ലാസ്സിലേക്കും കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകും. ഇനി ഇതിലേക്ക് ചെളിയാക്കാനായിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ചെളിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബെറ്റാഡിൻ സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ബെറ്റാഡിൻ സൊല്യൂഷന് നല്ല ചീത്ത സ്മെല്ലും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ബാക്ടീരിയാസും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നശിപ്പിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ബാക്ടീരിയനെ ഇല്ലാതാക്കുന്നതാണ് ഈ ഡെമോൺസ്ട്രേഷനിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഒരെണ്ണത്തിൽ സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പ് ഇട്ടിട്ട് കുളിക്കാൻ പോവാണ്. അതേപോലെ തന്നെ മറ്റേതിൽ ഇട്ട് കുളിക്കാൻ പോവാണ്. കുളി ആരംഭിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പ് ഇട്ടതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് സാധാ വെള്ളം പോലെ തന്നെ ആയിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ബെറ്റാഡിൻ സൊല്യൂഷൻ ഇപ്പോഴും ഉണ്ട്.
പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് നമ്മുടെ മുന്നിലിരിക്കുന്നവർക്ക് സ്മെല്ല് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പെർഫ്യൂംഡ് സ്മെല്ലായിരിക്കും, ഒരു സോപ്പിൻ്റെ ആ സ്മെല്ലായിരിക്കും ഈ വെള്ളത്തിന്. അതേ സ്ഥാനത്ത് ഇതിൽ ബെറ്റാഡിൻ സൊല്യൂഷൻ്റെ ആ സ്മെല്ലുണ്ടാവും. സോപ്പിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളരിപ്രാവാവും എന്നാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഇത് വെളുത്തിരിക്കുന്നത് സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പ് യൂസ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ക്ലീനിങ് നന്നായിട്ട് നടക്കും. അതായത് പ്രൊട്ടക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ഡിയോഡ്രൈസിങ്. നമുക്കിത് രണ്ടും തമ്മിൽ സ്മെല്ല് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഡിയോഡ്രൈസിങ് ഉള്ളതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മോയ്സ്ചറൈസേഷൻ ഉള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ മാന്തി കഴിയുമ്പോൾ ഈ വൈറ്റ് കളറുള്ള പൊടിയൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസേഷൻ ഉണ്ടെന്നുള്ളതും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. 3-in-1 ബെനിഫിറ്റുള്ള ഈ മോദിക്കേൻ്റെ സോഫ്റ്റ് വാഷ് വൈറ്റ് പേൾ സോപ്പ് 155 രൂപയാണ് MRP റേറ്റിൽ നമുക്ക് കിട്ടുന്നത്. കൂടാതെ ഇത് 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരൻറ്റിയോട് കൂടിയാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ TFM 76% ഉണ്ട്. 155 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുന്നത് ഈ ബോക്സിനുള്ളിൽ 4 പീസ് സോപ്പുകൾ ഉണ്ടാവും. പിന്നെ ഈ സോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യും, കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യും. അതായത് അലുത്ത് പോകത്തില്ല, അതുപോലെ തന്നെ കട്ടി കൂടി വരികയില്ല. ഫ്രം ബിഗിനിങ് ടു എൻഡ് സോപ്പ് തന്നെയായിരിക്കും. അതായത് സോപ്പ് ഇപ്പോൾ ഈ സോപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ആ സോപ്പ്. ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നാലും കട്ടിയായിട്ടോ അതോ അലുത്തോ പോകത്തില്ല. കൂടാതെ ഇതിൻ്റെ ഒപ്പം നമ്മൾ മോഡിക്കെയറിൻ്റെ തന്നെ എസെൻഷ്യൽ ബോഡി പഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 ദിവസം കൂടി നമുക്ക് എക്സ്ട്രാ ഈ സോപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഈ പഫ് എടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ട് പതപ്പിച്ചെടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു 10 ദിവസം കൂടി എക്സ്ട്രാ ഈ സോപ്പ് ലാസ്റ്റ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ ഇൻഫോർമേഷൻസ്, കൂടുതൽ പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.